ശ്രീ ജയരാജ് വാര്യർ കൂടി ചേരുന്നു. കുറച്ച് സങ്കീർണമാണോ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തീരുമാനം താങ്കളുടെ വ്യക്തിപരമായിട്ട്? എനിക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. മറ്റിടങ്ങളിലേക്ക് ഞാൻ കൂടുതൽ എൻ്റെ ശ്രദ്ധ കൊടുത്തിട്ടില്ല. എന്തായാലും തൃശ്ശൂർക്കാരെ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് സുനിൽകുമാർ. അത് കഴിഞ്ഞ ഇലക്ഷനായാലും അതിന് മുമ്പുള്ള ഇലക്ഷനായാലും കഴിഞ്ഞ ഒരു 2016 മുതൽ ജനപ്രതിനിധിയാണ്, പിന്നീട് മന്ത്രിയാണ്. സുനിൽകുമാറിനെ പോലെ ഇത്രയും എന്താ പറയുക കാര്യങ്ങൾ പഠിക്കുകയും അതിനെ അപഗ്രഥിക്കുകയും എത്തേണ്ടിടത്ത് എത്തുകയും എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധി തൃശ്ശൂരിന് സുനിൽകുമാറിനെ പോലെ ശക്തനായ ഒരു ജനപ്രതിനിധി ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും നമുക്ക് കാണിച്ചു തന്നാണ്. പിന്നെ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരാളാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോഴേക്കും സുനിൽകുമാർ സ്പോട്ടിലെത്തിരിക്കും. അത് ഈ പ്രളയകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നോട് ഒരിക്കൽ ഇപ്പോൾ DGP അജിത് കുമാർ സാറ് പറഞ്ഞു, അജിത് കുമാർ സാർ അവിടെ സേനയായിട്ട് എത്തുമ്പോഴേക്കും ചാലക്കുടിയിൽ സുനിൽകുമാറെ ഇറങ്ങി നിൽക്കുക എന്നാണ് പറയണേ, വെള്ളം കയറിയ സ്ഥലത്ത്. അപ്പോൾ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ എനിക്ക് തോന്നുന്നത് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. സുനിൽകുമാർ വളരെ ആവേശത്തോടു കൂടി നടക്കണം. ആ നടപ്പ് കാണുമ്പോൾ തന്നെ ഇതാ നമ്മുടെ നേതാവ് എന്ന് നമുക്ക് പറയാൻ തോന്നും. പിന്നെ മാത്രമല്ല ഞങ്ങളൊക്കെ ഒരു 4 പതിറ്റാണ്ട് കാലത്തെ സൗഹൃദമാണ്, കേരളത്തിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്തുള്ള സൗഹൃദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുനിൽകുമാറിനെ പോലെ വാക്ക് കൃത്യമായി പാലിക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ഏതൊരാളുടെയും ഏത് പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തെ ആവുന്ന വിധത്തിൽ പരിഹാരം കാണുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് ആവശ്യം. അത് പാർലമെൻറ്റ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെപ്പോലുള്ള അടുത്ത സുഹൃത്തുക്കൾ സുനിൽകുമാറിനോട് ചോദിക്കാറുണ്ട്, ഈ പ്രാവശ്യം കാൻഡിഡേറ്റ് അല്ല. അപ്പോൾ അദ്ദേഹം പറയാം എനിക്കറിയില്ല എന്ന് പറയും. പക്ഷേ സുനിൽകുമാർ കാൻഡിഡേറ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. തൃശ്ശൂർ ജനങ്ങൾക്ക് ഉറപ്പാണ്. കാരണം തൃശ്ശൂരിന് ഇപ്പോൾ അസംബ്ലിയിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. ഇനി പാർലമെൻറ്റിലും നമ്മുടെ ശബ്ദം, സുനിൽകുമാറിൻ്റെ ശബ്ദം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൃശ്ശൂർ എല്ലാം കൊണ്ടും വളരെ സാംസ്കാരിക തലസ്ഥാനം എന്നതിലുപരിയായിട്ട് എല്ലാ ജാതി മതസ്ഥരും സൗഹൃദത്തോടെ കഴിയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് തൃശ്ശൂർ. അത് പൂരമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. പൂരം നടത്തുന്നത് ആരാ? എല്ലാവരും കൂടിയിട്ടാണ്. കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം, പല വീടുകളിലേക്കും എത്തിക്കഴിഞ്ഞു വിഭാഗീയതയുടെ ഒരുതരം പ്രളയം. മനുഷ്യനെ പല തട്ടിൽ കാണുന്ന തരത്തിലുള്ള മനുഷ്യരിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്ന ഒരുതരം വിള്ളലുകൾ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിന് മാത്രമേ മനുഷ്യനെ കൂടെ നിർത്താൻ കഴിയുള്ളൂ. മതേതരത്വത്തിൻ്റെ മഹാമാതൃകയാണ് ഇടതുപക്ഷം. എല്ലായ്പ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജയിച്ചു വരുമ്പോൾ നമ്മളൊക്കെ ആഹ്ലാദിക്കുന്നത്, നമ്മളതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആൾ തന്നെയാണ് ആഹ്ലാദിക്കുന്നത്. എന്താ വെച്ചാൽ എനിക്കും താങ്കൾക്കും എൻ്റെ കൂടെ നിൽക്കുന്നവനും ഏത് എന്താ പറയുക മതത്തിൻ്റെ സിമ്പലുകളുമായി നടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാനും കെട്ടിപ്പുണരാനും ഉള്ള ഒന്നാണ്. വയലാർ പറഞ്ഞ പോലെ മതം നിങ്ങൾക്കിനിയും ഈ കാടത്വത്തിൻ മതാന്ധത മാറ്റി കെട്ടിപ്പുണരാരായില്ലേ എന്ന് ഞങ്ങളെന്നും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിനെ വീണ്ടും ലോകശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. തൃശ്ശൂരിൻ്റെ ശബ്ദമായി VS സുനിൽകുമാർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. എനിക്കിനി അറിയേണ്ടത് ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയുള്ളൂ. രഞ്ജിത്ത്, ശ്രീ ജയരാജ് വാര്യർ തങ്ങളുടെ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. എന്താണ്